പക്ഷെ എനിക്ക് വിഷമൊന്നുമില്ല. എന്താ പറയാ, ചാനൽ ഇപ്പൊ എന്തായി നിന്റെ കയ്യിൽ തന്നെ മിസ്സായി പോയതാണ്. എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നിട്ട് അതിൽ ക്ലിക്ക് ആയതാണോ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ചാനലിന്റെ ഒന്നും അവിടെ വരുന്നില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ശബ്ദമായ സ്വാഗതം. നമ്മുടെ സെലീന താത്ത, നമ്മുടെ സാലു കിച്ചൺ വളപ്പുറം താത്തയുടെ പിന്നെ ചാനൽ അടിച്ചു പോയി. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതിന് അവരെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ചാനൽ അടിച്ചു പോയിട്ടുണ്ട്. അതായത് 2 ദിവസം മുമ്പ് പിന്നെ ചാനൽ ഡിലീറ്റ് ആയി, എന്റെ കൈ തട്ടി ഡിലീറ്റ് ആയി എന്നൊക്കെയാണ് ഈ പറയുന്ന സെലീന താത്ത പറയുന്നത്. അതായത് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് ഫോണിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈ തട്ടി ഡിലീറ്റ് ആയി എന്നുള്ളതാണ് സെലീന താത്ത പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, എന്തായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്, ചാനൽ ഏതൊക്കെ രീതിയിൽ ഡിലീറ്റ് ആയി പോകാം, ഇതിനെ റിക്കവറി ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ. എങ്ങനെയാണ് ഈ ചാനൽ ഡിലീറ്റ് ആയത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കും. ആദ്യം ഇത് എങ്ങനെയൊക്കെയാണ് ഡിലീറ്റ് ആയി പോകണമെന്ന് അറിയാമല്ലോ. അതായത് സ്ട്രൈക്ക് വരിക, മറ്റാരുടെയെങ്കിലും കണ്ടന്റ് എടുത്ത് ഉപയോഗിക്കുക, അവർ സ്ട്രൈക്ക് കൊടുക്കുക, എന്ത് ചെയ്യാം, 3 സ്ട്രൈക്ക് വരിക. അത് നമുക്ക് പിന്നീട് 3 മാസത്തിനുള്ളിൽ 3 സ്ട്രൈക്ക് വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യും. നമുക്ക് ആ സ്ട്രൈക്ക് മാറ്റാൻ പറ്റില്ല, 7 ദിവസത്തിനകത്ത് നമുക്ക് ആ സ്ട്രൈക്ക് മാറ്റാൻ പറ്റില്ല, നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യും തന്നല്ലോ. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വയലേഷൻ വന്നാൽ കമ്മ്യൂണിറ്റി വയലേഷൻ ആദ്യം വാണിംഗ് തരും, പിന്നീട് ടപ്പേന ചാനൽ ഒരു 7 ദിവസത്തെ അവിടെയും ഒരു 7 ദിവസം കിട്ടും, അവിടെയും അടിച്ചു. ഇങ്ങനെയുള്ള പല രീതികളിൽ ചാനലുകൾ അടിച്ചു പോകാം എന്നുള്ളതാണ്. ഇനിയും ഈ പറയുന്ന സലീന താത്തയുടെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അവരൊരു കമ്മ്യൂണിറ്റി വയലേഷൻ നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിന്റെ കേസ്, സ്ട്രൈക്ക് കിട്ടാൻ ഒരു 0% പോലും അതിന് ചാൻസ് ഇല്ല. കാരണം മറ്റാരുടെയും കണ്ടന്റ് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഈ പറയുന്ന സലീന താത്ത. അറിയാലോ, മറ്റാരുടെയും സ്വന്തം കണ്ടന്റ് തന്നെ ഹായ് ഫ്രണ്ട്സ്, എന്തെന്ത് വിശേഷം എന്നൊക്കെ പറഞ്ഞ് അവരുടെ വല്യമ്മച്ചിയൊക്കെ വെച്ചുകൊണ്ട് ഇവര് തമാശയാണ്, ഒരു കേട്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഞാൻ മുമ്പ് ഫോളോ ചെയ്യുമായിരുന്നു, TDS കാണാം. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കാണക്കില്ല, അവരവരുടെ പാട്ടിന് പോട്ടെ എന്നുള്ള രീതി ഞാൻ കാണക്കൊക്കെ ഒന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരും. ഇപ്പൊ 2 ദിവസം കൊണ്ടാണ് കാണുന്നത്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഡിലീറ്റ് ആയി പോയി എന്നുള്ളത്. അപ്പം എന്താണ്, മറ്റൊരു ചാനലിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയത് ഈ പറയുന്ന ചാനൽ ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്, 0% എന്ന് തന്നെ പറയാം. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി വയലേഷൻ ആണ്, ഇല്ലേ? കമ്മ്യൂണിറ്റി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അത് യൂട്യൂബ് തന്നെയാണ് തരുന്നത്, അല്ലേ? കമ്മ്യൂണിറ്റി വയലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെക്ഷൽ കണ്ടന്റുകൾ ഇടുക, അല്ലെങ്കിൽ സമൂഹത്തിന് നാശം സംഭവിക്കുന്ന എന്തെങ്കിലും മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഒരു വർഗീയത വളർത്തുന്ന പ്രഭാഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോംബും ഈ തീവ്രവാദപരമായിട്ടുള്ള പരാമർശമോ അങ്ങനെ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തവയെന്ന് പറഞ്ഞപ്പോൾ ചാനൽ അടിച്ചു പോകും. മനസ്സിലാവും, ഒരാഴ്ചത്തെ ഇതും കൂടി കിട്ടത്തില്ല, ചാനൽ അടിച്ചു പോകും. അങ്ങനെയുള്ള ഒരു സാധനവും ഈ പറയുന്ന ഈ സലീന താത്തയുടെ ചാനലിൽ വരാൻ ഒരു ചാൻസും ഇല്ല. എന്താണ്, അങ്ങനെ ഞാൻ കണ്ടിടത്തോളം കാലം അങ്ങനെയൊന്നും കാണാൻ ഒരു ചാൻസും ഇല്ല. ഈ കമന്റുകൾ പറയുന്നുണ്ട് സലീന താത്ത ഇപ്പൊ ഇത്തിരി അഹങ്കാരിയായിട്ടുണ്ട്, ഭയങ്കര തെറിവിളിയാണെന്നൊക്കെ പറയുന്നു. ഞാൻ കണ്ടില്ല, കമന്റുകൾ വായിച്ചുള്ള അറിവാണ്. തെറി വിളിച്ചത് കൊണ്ടാണ് ഇത് പോയത്. ഏതോ ഒരു ലൈവ് ഇട്ടതിന് ശേഷമാണ്, അപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഈ സാധനം അടിച്ചു പോയി. ഇപ്പൊ എന്തായാലും യൂട്യൂബില് പിന്നെ സാലു കിച്ചൺ വളപ്പുറം എന്ന് അടിച്ചു കഴിഞ്ഞാൽ സാധനമില്ല. അപ്പൊ അതിന് പകരം അവർ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 1500 അങ്ങനെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുമുണ്ട്. അപ്പോ അങ്ങനെ ഒരു വയലേഷൻ വരാനും ചാൻസ്. പിന്നെ തെറി വിളിച്ചുകൊണ്ട് ചാനൽ പോകുമെന്ന് വിചാരിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമോശം. അങ്ങനെയൊക്കെ ഒരു ലോഡ് ചാനൽ, നമ്മൾ തെറുത്താത്ത ഉൾപ്പെടെയുള്ള ചാനലുകൾ ഇതിനെ പൂര തെറികൾ വന്നിരിക്കുന്ന വിളിച്ച് പറയുന്നതാണ് ഇപ്പോൾ സുഗമമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊന്നും വയലേഷൻ വരാനുള്ള ചാൻസ് മനസ്സിലായി. ഈ പറയുന്ന കമ്മ്യൂണിറ്റി വയലേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഈ പറയുന്ന തീവ്രവാദപരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് സമൂഹം തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ പോകുന്ന രീതിയിലുള്ള പിന്നെ വീഡിയോസ് ഇടുമ്പോൾ മാത്രമാണ് ഈ കമ്മ്യൂണിറ്റി വയലേഷൻ വരുന്നത്. അങ്ങനെയുള്ള തരത്തിലുള്ള കമ്മ്യൂണിറ്റി വയലേഷനും ഒന്നുമല്ല. അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ് അല്ലെ, ഈ പറയുന്ന ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള കണ്ടന്റും, അതും സലീനതാത്ത അറിയാലോ, മുഖം വരെ മറച്ചുകൊണ്ട് ഇവിടെ വരെയൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് അവർ വീഡിയോ. അപ്പൊ അതിനും ചാൻസസ് ഒന്നുമില്ല. പിന്നെ ഇത് എങ്ങനെയായിരിക്കും പോയിരിക്കുക എന്നുള്ളതാണ്. അവർ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, എന്താണ് അവരറിയാതെ ഇത് കൈ തട്ടി ഇത് ഹാക്ക്, ഇനി അടുത്തൊരു സംഭവം ഹാക്ക് ചെയ്യാൻ വളരെ വളരെ ചാൻസ് ഉണ്ട്, പക്ഷെ കുറവാണ്. കാരണം ഹാക്ക് ചെയ്തെങ്കിൽ നമ്മൾ അത് സെർച്ച് ചെയ്യുമ്പോഴെങ്കിലും ആ ഒരു ചാനൽ അവിടെ കാണണമായിരുന്നു. പക്ഷെ ആ ചാനൽ ഇപ്പൊ അവിടെ കാണാനേ ഇല്ല. ചാനൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ഡിലീറ്റ് ആയി പോയി എന്നുള്ളതാണ്. ഈ ഹാക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നത്, ഹാക്ക് ചെയ്യുമ്പോൾ ഇവർ ഹാക്ക് ചെയ്തിട്ട് ആ ചാനൽ വഴി ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റി വയലേഷനുള്ള പല 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 കണ്ടന്റുകൾ ഇടും. ചിലപ്പം ഈ പറയുന്ന പിന്നെ ഈ സലീന താത്ത അറിഞ്ഞു കാണത്തില്ല, അവര് ലൈവ് ഇട്ടിട്ട് പോയി കാണും, ആ ചാനൽ വേറെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഹാക്ക് ചെയ്ത് 1-2 മണിക്കൂർ വീണ്ടും ലൈവ് വന്നിട്ടുണ്ടാവാം. ആ ലൈവിൽ ഹാക്ക് ചെയ്തവർ ഈ പറയുന്ന കമ്മ്യൂണിറ്റി വയലേഷനുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ട്. അത് യൂട്യൂബ് അപ്പൊ തന്നെ അവർ കണ്ടുപിടിക്കും, അപ്പൊ തന്നെ ടെർമിനേറ്റ് ചെയ്ത് വിടും. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോ ഈ സലീന താത്ത ഈ ഇന്റർവ്യൂലൊക്കെ സലീന താത്ത എന്ന് പറയുന്നുണ്ട്, അത് പ്രശ്നമൊന്നുമില്ല,
അത് എന്റെ കുഴപ്പമാണ്, എനിക്ക് വളരെ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല, വളരെ കോൺഫിഡൻസോട് കൂടി കുറ്റം ആരുടെ മേലും ചാർത്താതെ അത് ഹാക്ക് ചെയ്ത് പോയതല്ല, അത് എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണെന്ന് ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇരുന്നുണ്ട് സലീം താത്ത പറയുന്നത്. സലീം താത്തക്ക് അറിയാം ഇത് എങ്ങനെയാണ് പോയത്, മനസ്സിലായോ? എങ്ങനെയാണ് ഇത് ഈ ചാനൽ ഡിലീറ്റ് ആയി പോയത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ സലീം താത്ത തന്നെയാണോ അത് ഡിലീറ്റ് ചെയ്തത് എന്നും എനിക്ക് സംശയമുണ്ട്. ഇത് മറ്റൊരു കാര്യം, കൈതട്ടി പോകാൻ വേണ്ടിയിട്ടേ ഇത് ഈ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുന്ന സംഭവം പെട്ടെന്നുള്ള ഒരു ഓപ്ഷൻ അല്ല, അത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഒക്കെ കടന്നു പോയാൽ മാത്രമേ ഈ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് എത്തുള്ളൂ. അതായത് YT സ്റ്റുഡിയോക്കകത്ത് നമുക്ക് ഒരിക്കലും ഈ ചാനൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് എന്റെ അറിവ്. അതിനകത്ത് ഓപ്ഷൻ ഇല്ല. അങ്ങനെയൊക്കെ നമ്മൾ YT സ്റ്റുഡിയോ ആണല്ലോ എടുത്തിട്ട് കളിക്കുന്നത്. YT സ്റ്റുഡിയോയിൽ നമ്മൾ മൊബൈലിൽ എടുത്ത് കളിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇട്ട കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ചാനൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ചാനൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ക്രോം ബ്രൗസർ പോയി കയറി സെക്യൂരിറ്റി അങ്ങനെ അവിടെ കയറി 4-5 സ്റ്റെപ്പ് പോയ ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ചാനൽ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. അപ്പൊ ഈ സലീം താത്ത പറയുന്ന ഈ ഇത് വെച്ചിട്ട് സലീം താത്തയ്ക്ക് അറിയാം ഇത് എങ്ങനെയാണ് പോയി എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം എന്നൊരു ധ്വനി അതിനകത്തുള്ളൂ. അല്ലെങ്കിൽ സലീം താത്ത പിന്നെ നമുക്കറിയാലോ, സലീം താത്തയുടെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ മറ്റാരെങ്കിലും എടുത്തിട്ട് എന്റെ വീഡിയോ ഇട്ട് നിങ്ങൾ ഫേമസ് ആവരുത്, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അത് ഒരു വിദ്യാഭ്യാസ കുറവിന്റെ മൂലം ഉണ്ടാകുന്ന കുറച്ച് ഈ ഷാജിയുടെ കേസ് പറഞ്ഞതുപോലെ 1-2 പേര് ഇന്റർവ്യൂസിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ആരോ സെലിബ്രിറ്റിയായി, ഞാൻ ആരോ മറ്റവളായി എന്നൊരു ചിന്ത വരും. അത് സ്വാഭാവികം. പിന്നെ ഞാൻ ഇത്തിരി എന്താ പറയുക, വിദ്യാഭ്യാസ കുറവുള്ളത് കൊണ്ടായിരിക്കാം എന്നുള്ളത് ഞാൻ അതങ്ങ് കളഞ്ഞതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്താണ് ഈ ചാനൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അങ്ങനെ കൈതട്ടി പോകാനുള്ള ചാൻസ് അതിനകത്തില്ല. അതായത് ചാനൽ ഡിലീറ്റ് ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് തന്നെ ആയിരിക്കണം അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 3-4 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ചാനൽ ഡിലീറ്റ് ഓപ്ഷൻ വരത്തുള്ളൂ. അവിടെ മറ്റൊരു കേസും കൂടി ഉണ്ട്. ഡിലീറ്റ് ഓപ്ഷൻ മാത്രമല്ല, അവിടെ ഹൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നല്ല അറിവുള്ളവരാണെങ്കിൽ ഈ ചാനൽ മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കാം. കുറച്ച് കാലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഹൈഡ് ചെയ്ത് വെക്കാം. നമുക്ക് ആര് സെർച്ച് ചെയ്താലും സാധനം കിട്ടത്തില്ല. ആ രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കാനും ഈ പറയുന്ന ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഇനി സലീം താത്ത ഡിലീറ്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കറിയത്തില്ല, ഏതോ 2 കൊച്ചു പയ്യന്മാരുണ്ടല്ലോ, എന്തോന്നൊക്കെ പേര് പറയുമല്ലോ. അപ്പൊ ഇന്നാളെന്തോ ഈ ഡിലീറ്റ് ആവുന്ന ഒരു ദിവസം മുമ്പ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞേക്കാം, അവൻ എന്നെ എന്തൊരു വേലക്കാരനായിട്ട് കണ്ടുവന്നോ. അപ്പൊ ആ ഒരു മനം നൊന്ത് ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു ആ ഒരു പിന്നീട് വിഷമത്തിൽ സലീം താത്ത തന്നെ കയറി ഡിലീറ്റ് ചെയ്തതെന്നും എനിക്ക് അറിയത്തില്ല, മനസ്സിലായോ? അങ്ങനെ സംഭവിക്കാം. അതുമല്ലെങ്കിൽ ഇത് വേറെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഇത് ഹാൻഡിൽ ചെയ്യാനാണ്. ഇപ്പം നമുക്ക് സലീം താത്തയുടെ ഇമെയിൽ ഐഡിയും ഈ പറയുന്ന പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ മറ്റാരെങ്കിലും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യാം. അവർക്ക് അവരുടെ ഫോണിൽ നിന്ന് സൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് കയറി ഈ ചാനലിനെ മനഃപൂർവ്വം നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യാം. മനസ്സിലായോ? ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വീണ്ടും ഞാൻ പറയുന്നു, ഇത് സലീം താത്ത സലീം താത്തയ്ക്ക് അറിയാം ഇത് എങ്ങനെയാണ് ഡിലീറ്റ് ആയത്, അല്ലേ? കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ചെറിയ വീഡിയോന്റെ തന്നെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന സലീം താത്തയാണ്. അതുമല്ല ഈ കമന്റുകളിൽ കാണുന്ന സലീം താത്ത എപ്പോഴും പറയുന്ന അമ്മച്ചി വല്യുമ്മച്ചിയൊക്കെ ഒരുപാട് പിന്നീട് എന്താ ചീത്ത വിളിക്കുകയും അവരെയൊക്കെ ഒരുപാട് പിന്നെ ബ്ലെയിം ചെയ്യുകയും അവരെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ആയിരിക്കാം, സത്യമായിരിക്കും. സലീം താത്തയുടെ ആ പ്രകൃതം അനുസരിച്ച് ചിലപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും അല്ല ഈ ചാനൽ ഡിലീറ്റ് ആയത്. ഈ ഡിലീറ്റ് ആയാലും ഒന്നുകിൽ സലീം താത്ത സ്വയം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സലീം താത്തയുടെ ഈ പറയുന്ന ഇത് ഹാൻഡിൽ ചെയ്യുന്ന മറ്റാരോ ഈ പറയുന്ന എന്താണ് പിന്നീട് ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അവനാരോ പിന്നെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ അഹങ്കാരം മതിയടി എന്നും പറഞ്ഞുകൊണ്ട് ചെയ്ത് ഇനി ഇതിനെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ചാനൽ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതറിയാന്നുള്ള ആരെങ്കിലും കണ്ട് അവരുടെ പറയുന്നത് അവർ സുഖമായിട്ട് ഈ ഇമെയിൽ ഐഡിയും പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് റിക്കവറി എടുക്കാനും കൂടി പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് അതും കൂടി ഞാൻ പറയാണ്. അതുമല്ല, നിങ്ങൾക്ക് ഇനി സലീം താത്ത ഇഷ്ടമുള്ളവർ ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഷാലു കിച്ചൺ വളർത്തുന്നു അടിക്കുമ്പോൾ തന്നെ വരും ആ ചാനൽ. പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. എത്രയുള്ളൂ നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.